ഇപ്പൊ ലോയറായിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രൊഫഷൻ എടുത്തിട്ട് ആൾക്കാർ പാഷനും കൂടെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താണുള്ള ഒരു ടിപ്സ് ആൻഡ് അഡ്വൈസ് പറയാനുണ്ട്? ഇപ്പം ലോയർ എന്നുള്ള രീതിയിലുള്ള ഒരു പാഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലോയിലോട്ടുള്ള ഒരു താല്പര്യം ഭയങ്കരമായിട്ട് ഉണ്ടായി. അതായത് ഞാൻ ഈ 300 രൂപ ശമ്പളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലും എനിക്ക് ലോ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷം. കാരണം ഒരു സാധാരണക്കാരന് നിയമം അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഞാൻ ആ ബേസിൽ സന്തോഷവാനാണ്. അപ്പോൾ എനിക്ക് നിയമം അറിയാമല്ലോ, അത്യാവശ്യം നിന്ന് പിഴയ്ക്കാനുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഒരു കോൺട്രാക്റ്റ് കിട്ടിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പം നമുക്കത് ചിട്ടയോടുകൂടി ഏത് രീതിയിൽ അതിനെ സമീപിക്കണം എന്നുള്ളത് കൃത്യമായിട്ടറിയാം. അപ്പോൾ അതെനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഒരു നഷ്ടമല്ല. പ്രാക്ടീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 years ഡെഡിക്കേറ്റഡ് ടൈം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിന് വേണ്ടി ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 20 കൊല്ലത്തോളം പ്രാക്ടീസും പാരലീഗും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഐ ഡു ഹാവ് ആൻ ഓഫീസ്. എനിക്ക് ഒരു 1 time കൺസൾട്ടേഷൻ, 1 time സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞ സിവിൽ മാറ്റേഴ്സിൻ്റെ ഒരു 1 time സെറ്റിൽമെൻറ്റ്സ് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു ഓഫീസ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഒക്കേഷണലി കോടതി പോകുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഗ്രാജുവലി ഒരു 5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് ഫയൽ വരികയും നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഫയൽസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഒരു സീനിയർ കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഓഫീസ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കേസ് നടത്താനുള്ള ഒരു കാര്യങ്ങളും. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഇൻകത്തിന് ഒരു ഡെഡിക്കേറ്റഡ് എഫേർട്ട് ആ ഒരു 10 കൊല്ലം കോടതിയിൽ പോയി സജീവമായിട്ട് ഉണ്ട് എങ്കിൽ പിന്നെ നല്ല സമയമാണ് പിന്നെ അതിന് ശേഷം.